സ്വരാജ് തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡ് സഞ്ചാരയോഗ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരമുറയുമായി നാട്ടുകാർ റോഡിന്റെ ഗുണഭോക്താക്കൾ തെരുവ് നാടകം അവതരിപ്പിച്ചാണ് വേറിട്ട സമരം നടത്തിയത്. റോഡിന്റെ ദുരവസ്ഥ കാരണം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി റോഡ് സഞ്ചാരയോഗ്യമാകാതെ കിടക്കുകയാണ്. റോഡിന്റെ ദുരവസ്ഥയ്ക്കെതിരെ പലതരത്തിലുള്ള സമരമുറകൾ കണ്ടവരാണ് മലയാളികൾ. എന്നാൽ ഇത്തരമൊരു സമരമുറ മലയാളികൾക്ക് അത്ര പരിചിതമല്ല. പ്രദേശവാസികൾ തന്നെ തിരക്കഥയുണ്ടാക്കിയാണ് തെരുവു നാടകം അവതരിപ്പിച്ചത്. റോഡിലൂടെ യാത്ര ചെയ്താൽ ഉണ്ടാവുന്ന അപകടങ്ങളും അപകടത്തെ തുടർന്ന് മുഴയിൻകുന്നേൽ ആശുപത്രി സ്ഥാപിക്കുന്നതും മന്ത്രി വരുന്നതുമെല്ലാം രസകരമായി അവതരിപ്പിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ കഥ നടക്കുന്നത് അമേരിക്കയിലല്ലെന്ന ആമുഖത്തോടെയാണ് നാടകം ആരംഭിച്ചത്. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് 1 വർഷമായി. ഈ റോഡ് എങ്ങനെയാ പോകുന്നത്? അമ്മയില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെയാ വളർത്തുന്നത്? നല്ല നാട് കാണുമല്ലോ. നാടാണ് നമ്മുടെ നാട്. റോഡ് ഈ പോയെങ്കിൽ നമ്മളെല്ലാം കൂടി ചേർന്നുകൊണ്ട് പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തിലും ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് പുനഃസ്ഥാപിക്കാം. ഇതുകൊണ്ട് എന്റെ ചെരുപ്പ് കൊണ്ട് നിങ്ങൾ കാണും. ഇതുകൊണ്ട് ചെരുപ്പ് ഇതുകൊണ്ടോ സുഖേന്ദ്രൻ ഒരു ചെരുപ്പ് പോലും ഇല്ല. ഇതുകൊണ്ടോ ചെരുപ്പല്ലേ? ഇതുകൊണ്ടോ ഈ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? 2 വർഷം 1.5 വർഷമായി ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട്. ക്ഷമിക്കണം, നമുക്ക് കുറച്ച് നാളോട് കാത്തിരിക്കാം. ഈ റോഡിന്റെ ഒരു പുരോഗതിക്ക് വേണ്ടി പോകല്ലോ. ഞങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പറയുകയാണ് പോകരുത്. എനിക്കിതിന് അത് ഞങ്ങൾ സംബന്ധിച്ച് നന്നാക്കി തരാം. ഞങ്ങൾ ഉറപ്പായിട്ട് വാക്ക് പറയുന്നു. നിങ്ങളുടെ കാര്യം അയ്യോ ഞാൻ പറഞ്ഞല്ലേ ഇതിലൂടെ പോകരുതല്ല. എന്റെ സൗകര്യം ഓടിച്ചു, എന്റെ തേപ്പ് പോലെ ഞാൻ പോകുന്നു. അയ്യോ ഇനി ഞാൻ ഇന്നെങ്ങനെ മണി വായിട്ട് അങ്ങനെ 10 വലി അടിക്കുന്നേ? അയ്യോ അതിന് നേരമില്ലല്ലോ. ബൈക്ക് മറിഞ്ഞ് വീണപ്പോൾ ബൈക്ക് പപ്പയ്ക്ക് ആശുപത്രി പോകാനും പറ്റിയില്ലായിരുന്നു. അപ്പോൾ നടക്കാനും പോലും പറ്റിയില്ലായിരുന്നു. അപ്പോഴത്തേനുമാണ് ഞങ്ങളിവിടെ എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കണമെന്ന് ഈ പറയുന്നത്. എല്ലാവരും അടിക്കുകയും ചെയ്യും, പുറത്തിട്ട് തല്ലുകയും ചെയ്യും, എല്ലാം ചെയ്യും. റോഡ് കല്ല് വീണത് എല്ലാം ചെയ്യും, ഞങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും. ആശുപത്രിയും ആളുകൾ വീഴുന്നതുമെല്ലാം ആവിഷ്കരിച്ചത് അധികാരികളുടെ കണ്ണു തുറക്കാനാണ്. നാട്ടുകാരുടെ ദുരിതമാണ് ഇതിലൂടെ അവതരിപ്പിച്ചത്. പ്രതിഷേധം ഞങ്ങൾക്ക് അനിവാര്യമാണെന്ന്. കാരണം ഞങ്ങൾ തെളിവ് സഹിതം കാണിച്ചിരിക്കുക ഈ റോഡിൻ്റെ അവസ്ഥ. കാരണം 7 കൊല്ലമായി ഈ റോഡൊന്ന് മെയിനും ചെയ്തിട്ട്. ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വഴക്കുണ്ടാക്കി മേടിച്ച ഒരു റോഡാണിത്. ഒരുപാട് ആൾക്കാർക്ക് തല്ലും കിട്ടിയിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്കൂൾ കുട്ടികൾ വന്ന് നിരന്തരം വീണുകൊണ്ടിരിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനും വൈഫും പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ വീണു. ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ചേട്ടൻ്റെ മകൻ വീണു, അവൻ്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി. അങ്ങനെ ഒരുപാട് എന്നും കുറേ ആൾക്കാർ വീണിട്ട് പറയാതെ പോകുന്നു. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഇനിയിപ്പം അടുത്ത കാലവർഷം വരികയാണ്. ഒരു കാരണവശാലും ഇതിലൂടെ പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഓട്ടോക്കാരാണെങ്കിൽ തൊപ്പിപ്പാള കോളനി വരെ പോകുന്നതിന് ഏതാണ്ട് 30-40 രൂപയേ ഉള്ളൂ. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെന്നാൽ എങ്ങനെ പോകും? 300 രൂപ ജയിലും ആകും വണ്ടിക്ക്, പണിക്കൂലി തന്നെ. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വരാൻ മടിക്കരുത്. ആ പട്ടിയുടെ അവിടെ വരെ വണ്ടി വരും. ഈ റോഡ് കോളനി റോഡായതിനാലാണ് അധികൃതർ അവഗണിച്ചിട്ടിരിക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ഇല്ലാത്ത ഒരു നാട്ടില് കോൺക്രീറ്റ് ചെയ്ത് റോഡ് നന്നായിട്ട് ആക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ കൂടുന്ന ആൾക്കാർ തിങ്ങി താമസിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ റോഡ് ഈ രീതിയിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന അത് ഈ നാട്ടുകാരോടുള്ള അവഗണനയാണെന്ന് ഞങ്ങൾ കരുതി ഞങ്ങളിവിടെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതിനെ കൂടുതലായിട്ട് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും. മുമ്പ് ഒരു പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് പാറപ്പൊടി ഇറക്കി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടു. മെമ്പർമാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും മെമ്പർമാരൊക്കെ പറയുന്നത് ശരിയാക്കി തരാം എന്നാണ് പറയുന്നത്. അങ്ങനെ ശരിയാക്കാത്ത സാഹചര്യം ഉണ്ടായപ്പം ഞങ്ങളൊരു സമരം ആരംഭിച്ചു. ആ സമരത്തിന് ഭാഗമായി ഒരു പെട്ടിയാപ്പയ്ക്ക് മണൽ കൊണ്ടിറക്കി അപ്പുറത്ത് കൊണ്ടിട്ടിട്ട് ഞങ്ങളുടെ ഈ പ്രദേശവാസികളുടെ കണ്ണടയ്ക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് ഈ പ്രദേശവാസികൾ ഏതാണ്ട് അടങ്ങിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പോലെ മെമ്പർക്ക് തോന്നിയിട്ടായിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത രീതിയിലേക്കുള്ള സമരം മാറ്റുവാണ്. ഇതും കൊണ്ടും നടന്നില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഈ സമരം കൊണ്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണിവർ. പ്രതിഷേധ പരിപാടിയിൽ 50ഓളം കുടുംബങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.